എടേ അർജുന, നിനക്ക് ആഫ്രിക്കയിൽ എന്തോന്നിടേ ജോലി? നിനക്ക് അവിടെ നല്ല സുഖമല്ലേ? ചുമ്മാ അല്ല നാട്ടിലോട്ടൊന്നും വരാതെ അവിടെ തന്നെ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്ന എൻ്റെ മനോഹരമായ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഞാൻ നിൽക്കുന്നത് നമ്മുടെ വെസ്റ്റ് ആഫ്രിക്കയിൽ ഗാനയിലാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു റോ മെറ്റീരിയൽസ് എക്സ്പോർട്ട് എന്ന കമ്പനിയിലെ ജീവനക്കാരനാണ്. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ ഒരു ക്വാളിറ്റി ഇൻസ്പെക്ടറാണ്. ഇൻസ്പെക്ടർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ തൊപ്പിയൊക്കെ ഇട്ട് പോലീസ് ജീപ്പിനകത്ത് SI കോൺസ്റ്റബിൾ അതല്ല, ഞാൻ ഇവിടുത്തെ ഒരു ക്വാളിറ്റി ഇൻസ്പെക്ടറാണ്. അതായത് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ഒരാളാണ്. റോ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നമ്മൾ കമ്പനിയിലേക്ക് കയറ്റി ചെയ്യുന്ന ഒരാളാണ്. അതാണ് എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ചാക്കുകൾ കണ്ടില്ലേ? ഈ ചാക്ക് നിറച്ച് നമ്മുടെ സിസമി സീഡ്സ് ആണ്, അതായത് നമ്മുടെ എള്ള്. അപ്പം നിനക്ക് എള്ളുകളൊക്കെ മേടിച്ച് നാട്ടിലേക്ക് അയക്കുക, അതിനാണ് ഈ ക്വാളിറ്റി ഇൻസ്പെക്ടർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ എള്ളുകൾ, അതായത് ഈ സിസമി സീഡ്സിൻ്റെ ഏകദേശം നമുക്കൊരു 10,000 അല്ലെങ്കിൽ 1,500 പുറത്തോളം ചാക്കുകൾ നമുക്ക് ഇതുപോലെ ബുഷുകളിലൊക്കെ നമ്മൾ ലോഡ് ചെയ്യാൻ ചെല്ലുമ്പോൾ കാണും. അപ്പോൾ ഇത്രയും ചാക്കുകളുടെ നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്ത് ഇതിനകത്ത് ഏതാണോ നമുക്ക് എടുക്കാൻ പറ്റിയ ഗ്രേഡ്, അത് നല്ല ഗ്രേഡിനകത്ത് മാത്രം സാധനം സെലക്ട് ചെയ്യുക, അത് മാത്രമേ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റൂ. അതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു ജോലിയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ചൂടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഏകദേശം ഒരു 43-42 ഡിഗ്രി സെൽഷ്യസൊക്കെ ചൂടും. അതുപോലെ തന്നെ ഇവിടുത്തെ ഹ്യൂമിഡിറ്റി എന്നൊക്കെ പറഞ്ഞാൽ 87-70 ആ ഒരു രീതിയിലൊക്കെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ചില രാത്രികളിൽ അല്ലെ ചില മഴ സമയത്തൊക്കെ ഹ്യൂമിഡിറ്റി ഒക്കെ പറയുമ്പോൾ ഒരു ഏകദേശം 100-99 ആ ഒരു രീതിയിലൊക്കെ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം എന്തോരം സുഖത്തിലായിരിക്കും നമ്മളുടെ ജോലി ചെയ്യുന്നത്. ഇതുപോലുള്ള ചില ബുഷുകളിലൊക്കെ നമ്മൾ ചെന്ന് വിട്ട്, നിങ്ങൾക്ക് കാണാം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാണുന്ന വീടൊക്കെ കണ്ടില്ലേ, അവിടെയൊക്കെ ചെന്ന് വിട്ട് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് നമ്മുടെ സാധനമേ കാണത്തില്ല. നമ്മൾ രാവിലെ പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലെത്താൻ ഏകദേശം ഒരു 9-10 മണിയൊക്കെ ആയിരിക്കും. നമ്മുടെ നാടും നമ്മുടെ ആഫ്രിക്കയായിട്ട് 5.5 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. അതായത് വെളുപ്പിന് 5 മണിക്ക് ഞങ്ങൾ ഇവിടെ കിടന്ന് ഉറങ്ങുമ്പോൾ നാട്ടിൽ 10:30 നിങ്ങൾ ജോലിക്ക് പോയി. അപ്പോൾ അത്തരത്തിലൊരു വ്യത്യാസം നമ്മുടെ ആഫ്രിക്കയിലുണ്ട്. തന്നെയല്ല, നമ്മുടെ നാടും നമ്മുടെ ആഫ്രിക്കയായിട്ട് ഒരു 10-50 വർഷത്തിൻ്റെ വ്യത്യാസം തന്നെയുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഒരു കൗതുകം തോന്നുന്നതോടു കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിലൊക്കെ എടുത്ത് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ആഫ്രിക്കൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക, മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ ആഫ്രിക്കൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.